നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് മേടമാസം 7-ാം തീയതി 2024 ഏപ്രിൽ മാസം 20-ാം തീയതി ശനിയാഴ്ച. ശനിയാഴ്ചയാണ്, ശനീശ്വരൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രവും കൂടെ വന്നിരിക്കുകയാണ്. ശനീശ്വരൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ശനി നമുക്ക് വളരെ ദോഷത്തെ ചെയ്യുന്ന ദശകളിലൊന്നാണ്, അല്ലെങ്കിൽ സമയത്തിലൊന്നാണ്. ആഴ്ചകളിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം നമ്മൾ ആകിലും ശുഭകാര്യങ്ങൾ മാറ്റിവെക്കുന്നതിൻ്റെ കാരണം ശനിയെ വിളിക്കുന്നത് മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനിയിൽ എല്ലാ കാര്യങ്ങളും പതുക്കെ മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു കാര്യങ്ങളും സ്പീഡിൽ പോകത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് ശനി മുണ്ടി ആയതുകൊണ്ടാണ് ശനിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം വികലമായി പോകും. അത്ര കണ്ട് പൂർത്തിയാക്കി ഭംഗിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ശനിയാഴ്ചയെ നമ്മൾ വർജ്യമായിട്ട് കാണുന്നതിന് കാരണം. അപ്പോൾ ഇന്ന് പൂരനക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ള ആളിൻ്റെ കാര്യത്തെ നമുക്ക് എടുക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരുടെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോണേ. അപ്പോൾ ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോഴോ ഒരു വർഷത്തെ ഫലമാണ്. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പേടിക്കണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഉണ്ടാവാം. പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം വരാം, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തും, മാനസിക അസ്വസ്ഥത വരുത്തും, കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ അപകട സാധ്യതയേറിയ വർഷമായതുകൊണ്ട് ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിജീവിക്കാം, ഇതും മഹാമഹർഷിവര്യന്മാർ അനുശാസിച്ചിട്ടുണ്ട്. എല്ലാം ഗുരുനിർമ്മിതമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഈശ്വര ചൈതന്യം ഒരു ഗുരുവിലേക്ക് പ്രവേശിച്ച് അവരെ കൊണ്ടാണ് എല്ലാം ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുപരമ്പരകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ അതിന് പരിഹാരം പറഞ്ഞിട്ടുള്ളതോ ശാസ്താവിന് ശനിയാഴ്ച ദിവസം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം, അതുകൊണ്ടാണ് നമ്മൾ 6 മണി സമയത്തെ നമ്മൾ ഈ അന്നത്തെ ഫലം നിങ്ങൾക്ക് അയച്ചു തരണേ. കാരണം എന്തോന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം കിട്ടണം. അയ്യപ്പൻ കോവിലിൽ നീരാഞ്ജനം കത്തിക്കണം, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ നടയിൽ നീരാഞ്ജനം കത്തിക്കണം. രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം. ശനിയാഴ്ച ദിവസമായ ഇന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. ശാസ്താവിന് എള്ള് പായസം കൊടുക്കുക, നെയ്യ് അഭിഷേകം ചെയ്യുക, നീല തുണിയോ കറുത്ത തുണിയോ ഭഗവാന് ചാർത്തുക. ഇതൊക്കെ നിങ്ങൾ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും, പുരോഗതിക്ക് ഇടവരുത്തും. ഇത് ശനിയാഴ്ച തോറും നീരാഞ്ജനവും കത്തിച്ച് പോവുക. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്. ഇപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അത് ചെയ്തു പോവുക. അതേപോലെ തന്നെ ഒരു ശനീശ്വര യന്ത്രം, ശനീശ്വരൻ ധർമ്മശാസ്താവ്, ശനീശ്വര യന്ത്രം ഈ ദോഷങ്ങളോ തടസ്സങ്ങളോ സാമ്പത്തിക നഷ്ടമോ വരാതിരിക്കാൻ വേണ്ടി ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ ഒരു പ്രൊട്ടക്ഷനായിട്ട് ധരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പേടിയും വേണ്ട. ശനീശ്വരൻ നമ്മളെ കൂടെ ഉണ്ട്, പിന്നെ നമുക്ക് ആരെയും ഭയക്കണ്ട. ഇന്നത്തെ ദിവസം ഒരു ശുഭകാര്യങ്ങൾ ചെയ്യാനും അത്ര അനുകൂലപ്രദമായ ദിവസമല്ല.
പക്ഷേ എങ്കിലും ചില സാഹചര്യങ്ങളാൽ നമുക്കിന്ന് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കണം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. ജ്യോതിഷശാസ്ത്രപ്രകാരം 28 നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രങ്ങൾ നമ്മൾ എടുക്കുമെങ്കിലും 28 നക്ഷത്രമുണ്ട്. ദക്ഷപ്രജാപതിക്ക് 28 മക്കളുണ്ട്. ദക്ഷപ്രജാപതിയുടെ 28 മക്കളാണ് 28 നക്ഷത്രങ്ങൾ. അതിൽ ഒരു നക്ഷത്ര രാജ്ഞിയാണ്, അതാണ് അഭിജിത്ത്. അതുകൊണ്ടാണ് ആ നക്ഷത്രത്തെ 27 നക്ഷത്രത്തിലുമായിട്ട് വീതിച്ചു കൊടുത്തു. എല്ലാ ദിവസവും 2 നാഴിക നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 2 മിനിറ്റ് തൊട്ട് 12 മണി 2 മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയാണ്. അപ്പോൾ 12 മണി 50 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് മറ്റ് ദോഷങ്ങളെയെല്ലാം മാറ്റി നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. ആകിലും ശനിയാഴ്ച ശനിയുടേതായ നെഗറ്റീവ്സ് ഉണ്ട്, അതിനെ കുറച്ച് അതിജീവിച്ച് പോകുമെന്ന് മാത്രം. ആകിലും ഈ ദിവസം നമുക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷേ 3 പ്രധാനപ്പെട്ട 12 മണിക്കൂർ നേരം പകലുണ്ടെങ്കിലും ഇതിൽ 3 പേർക്ക് പ്രാധാന്യം. 1.5 മണിക്കൂർ നേരം യാത്രാദി കാര്യങ്ങളിൽ ആരംഭിക്കാൻ നല്ലതല്ല. അതാണ് രാവുകാല സമയം. രാവുകാല സമയം നമ്മൾ കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് 9 മണി തൊട്ട് 10:30 മണി വരെ രാവുകാലം എന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവുകാലം 9 മണി 19 മിനിറ്റ് തൊട്ട് തുടങ്ങിയേ ഉള്ളൂ. ഇപ്പോൾ 10 മണി 30 മിനിറ്റ് 9 തൊട്ട് 10:30 വരെ നീട്ടിക്കുന്നിടത്ത് 10:49 രാവുകാലം തീരുള്ളൂ. അപ്പോൾ രാവുകാലം നോക്കി വേണം ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങാൻ. കാരണം ശനി മന്ദനാണ്, ശനി മൊണ്ടിയാണ്. അതിലുപരി രാവുകാല സമയത്തും കൂടി ഇറങ്ങി ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളെ ഇട്ട് ചുറ്റിക്കും. അതുപോലെ ഗുളികനും യമകണ്ഠനുമായിട്ട് 3 മണിക്കൂർ നേരം നമുക്ക് ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത സമയമുണ്ട്. ഈ സമയം ഒരു കാര്യത്തിനും നല്ലതല്ല. ഈ സമയം ഗുളികകാല സമയം വരുന്നത് 6 മണി 15 മിനിറ്റ് തൊട്ട് 7 മണി 47 മിനിറ്റ് വരെയും യമകണ്ഠൻ്റെ സമയം വരുന്നത് 1 മണി 56 മിനിറ്റ് തൊട്ട് 3 മണി 28 മിനിറ്റ് വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ആ സമയം അവോയ്ഡ് ചെയ്ത് കളയണം. പൊതുവേ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ദിവസങ്ങളിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു വിപത്തിലും പെടാതെ അന്ന് ഓരോ ദിവസവും നമുക്ക് പോസിറ്റീവാക്കി തീർക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.